മുൻ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദിവാസിയായ ഒരു ചെറുപ്പക്കാരന് പെർമിറ്റ് കൊടുത്തില്ല എന്ന്. അത് തെറ്റായ ഒരു വാർത്തയാണ്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അസത്യമാണ്. കേരള സംസ്ഥാന സർക്കാരിന് അതുമായി യാതൊരു ബന്ധവുമില്ല. ഈ ചെറുപ്പക്കാരൻ എന്നെ വന്ന് കണ്ടതാണ്. RTOയെ നേരിട്ട് ഞാൻ വിളിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് കഴിയുന്നതും ഏറ്റവും നല്ലൊരു സമയം അദ്ദേഹം പറയുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ മുമ്പിൽ ഓടുന്ന വണ്ടി ഒന്ന് മാറ്റി കൊടുക്കാനുള്ള നടപടി എടുക്കണം എന്നൊരു മന്ത്രി എന്ന നിലയിൽ ഞാൻ RTOയോട് ശുപാർശ ചെയ്തു. പക്ഷേ RTO അല്ല അത് തീരുമാനിക്കുന്നത്. പാലക്കാട് ജില്ലാ കളക്ടറാണ് ഈ ഫയൽ കൈകാര്യം. അതൊരു RTO മീറ്റിംഗിൽ വെച്ചാണ്. എല്ലാവരും അറിയാം, എല്ലാ പ്രൈവറ്റ് ബസ്സുകാർക്കും അറിയാം, KSRTCക്ക് അറിയാം. ഈ RTO മീറ്റിംഗിൽ ഒരാളുടെ വണ്ടിയുടെ സമയം മാറ്റണമെങ്കിൽ വലിയ തർക്കമാണ്. അതിലൊന്നും മന്ത്രിക്ക് ഇടപെടാനോ മുഖ്യമന്ത്രിക്ക് പോലും ഇടപെടാൻ പറ്റത്തില്ല. അവിടെ നടക്കുന്ന ഒരു തർക്കം വക്കീലന്മാരും ഒക്കെ വരും വാദിക്കാനായിട്ട്. അവർ വാദിച്ച് ബഹളം ഉണ്ടാക്കി KSRTCക്കാർക്ക് തടസ്സമുണ്ടെങ്കിൽ അവരും വാദിക്കും. അവരും KSRTCയിൽ നിന്നും എല്ലാ RTO മീറ്റിങ്ങിലും പങ്കെടുപ്പിക്കും. ഒരു മാസം ഇവര് ക്രമക്കേടിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയത്തില്ല, 10, 30, 40, 30 ദിവസമേ ഉള്ളൂ, 40 RTO മീറ്റിംഗ് വരെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ടൈമിംഗ് കോൺഫറൻസ് വെക്കും. ഞാൻ അത് മൊത്തം തടഞ്ഞു. കാരണം ഏറ്റവും കുറച്ചേ വെക്കാവൂ. കാരണം KSRTC ജീവനക്കാർ എല്ലാ ദിവസവും അവർ പോയിരിക്കണം. ഒരു ദിവസം 2-3 ടൈമിംഗ് കോൺഫറൻസ് ആണ്. കാരണം എല്ലാ ബസ്സുകാരും എന്നെ സമയം മാറ്റി തരുമെന്ന് അപേക്ഷ കൊടുക്കുകയാണ്. അപ്പൊ മറ്റു ബസ്സുകാരൂടി അംഗീകരിക്കാതെ അത് മാറ്റാം. സമവായത്തിലെത്താതെ ബലം പ്രയോഗിച്ച് അത് കൊടുക്കാൻ കഴിയില്ല. മനോരമ വാർത്ത തെറ്റാണ്. ബലം പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അത് കൊടുക്കാൻ കഴിയത്തില്ല. കൊടുത്താൽ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ ബസ്സുകാർ ഉടനെ കേസിന് പോകും. അവർ കേസിന് പോയിട്ട് വഴക്കുണ്ടാകും. അതുകൊണ്ട് കോടതി ഉടനെ തന്നെ അത് കൊടുക്കണ്ടെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ജില്ലാ കളക്ടറെ സംബന്ധിച്ചും ഒക്കെ ഈ ബസ്സിന്റെ കാര്യത്തിൽ ആ വാർത്തയിൽ പറയുന്നതിൽ സർക്കാരിന് യാതൊരു റോളുമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. മന്ത്രിക്ക് ഒരു റോളുമില്ല. പക്ഷേ ഈ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ പാലക്കാട് RTOയെ നേരിട്ട് വിളിച്ചു. ഈ കളക്ടറോട് പറയാൻ പറ്റത്തില്ല. പാലക്കാട് RTO വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് സഹായകരമായ നിലപാടെടുക്കണം, എല്ലാവരോടും ഒന്ന് പറയൂ, പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അത് ഈ വാർത്തയിൽ പറയുന്നുണ്ട്. മന്ത്രി ഇടപെട്ടു, ഞാൻ ഇടപെട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ നമുക്കത് അങ്ങനെ പൂർണ്ണമായി അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ ഒരു നിയമത്തിന്റെ വഴിക്കേ പോകാൻ പറ്റത്തുള്ളൂ. അത് ലംഘിച്ചുകൊണ്ട് മന്ത്രിക്ക് എല്ലാം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തോട് നീതികേട് കാണിക്കുന്നത് അവരെ ഉദ്യോഗസ്ഥരല്ല, സർക്കാരല്ല. അത് ഒരു തർക്കമാണ്. ഇപ്പൊ ഞാനായാലും മറ്റൊരാളായാലും ഇദ്ദേഹം തന്നെ ആയാലും ശരി തന്നെ ബസ് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് നമ്മൾ നിർബന്ധമായും അതിന്റെ നിയമം പാലിക്കണം. അത് ജില്ലാ കളക്ടർ അധ്യക്ഷനായ RTA യോഗമാണ് ടൈമിങ്ങും കാര്യങ്ങളും ഫൈനലൈസ് ചെയ്യുന്നത്. അല്ലെ മന്ത്രിക്ക് അതിൽ റോളില്ല, ഗവൺമെന്റ് റോളില്ല, മുഖ്യമന്ത്രിക്ക് റോളില്ല, ആർക്കും തന്നെ റോളില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയണം. വാർത്ത ശരിയല്ലാത്ത വാർത്ത മുൻ പേജിൽ കൊടുക്കുകയും ശരിയായ വാർത്ത ചരമക്കോളത്തിൽ കൊടുക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അത് തെറ്റായ വാർത്തയാണ്. അതിൽ യാതൊരു റോളും സർക്കാരിനില്ല. അത് എല്ലാ പ്രൈവറ്റ് ബസ് ഉടമകൾക്കും അറിയാം, KSRTC ജീവനക്കാർക്ക് അറിയാം, ഇതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. ഇതിൽ സർക്കാരിന് യാതൊരു കാര്യവുമില്ല. സർക്കാരിനെ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് കരിവാരി തേക്കാൻ വേണ്ടിയിട്ടുള്ള കലാപരിപാടിയുടെ ഭാഗമായി ഇതിനെ കണ്ടാൽ മതി. അതിനകത്ത് ഈ ചെറുപ്പക്കാരന് വേണ്ടി മന്ത്രി എന്ന നിലയിൽ വ്യക്തിപരമായി ഞാൻ വിളിച്ചിട്ടുണ്ട്. അത് വിളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല. പക്ഷേ വ്യക്തിപരമായി പറ്റുന്ന സഹായങ്ങൾ ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുമെന്ന് RTOയോട് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനും